ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ട് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ. കാരണം ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സെയിൽ ലൈവാണ്. അപ്പോൾ മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ. അപ്പം ഞാൻ മേടിച്ച കളക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം എത്നിക് ആയിട്ടുള്ള കളക്ഷൻസാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ കളക്ഷൻ കാണുന്നേക്കാളും മുന്നേ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ വെയർ ചെയ്ത ഔട്ട്ഫിറ്റ് വെച്ച് തന്നെ തുടങ്ങാം. ഇതൊരു 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഒരു കോട്ട് സെറ്റിനും പറയാം, ഒരു കുർത്തി പലാസോ സെറ്റെന്നും വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അടിപൊളി ഒരു പീസാണ്. കാരണം ബ്രാൻഡ് ബീബയാണ്. ബീബ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത്രയും സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇനി ഇത് 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതിൽ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോണിൻ്റെ മെറ്റീരിയൽ ഓവറോൾ ഫുൾ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. യെല്ലോ, പിങ്ക്, ഒരു ബ്രിക്ക് ഷെയ്ഡ് എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രിൻ്റാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് യോക്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ അടിയിലത്തെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൈ ലോ പാറ്റേണിലാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ കുറച്ച് ഹൈ ആയിട്ട്, ബാക്ക് പോർഷൻ നോക്കുമ്പോൾ കുറച്ച് അടിയിലേക്കായിട്ടാണ്, ലോ ആയിട്ടാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഈ ഒരു ടോപ്പ് നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തി എന്ന് വെച്ചാൽ ഒരു എ ലൈൻ കോൺസെപ്റ്റാണ്. 2 സൈഡിൽ പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. പോക്കറ്റ് എന്തായാലും അത്യാവശ്യമുള്ളൊരു സംഭവമല്ല. നമുക്ക് ഇടയ്ക്ക് പേഴ്സൊന്നും പിടിക്കേണ്ട, നമുക്ക് ഹാൻഡ് ബാഗ്സ് ഒന്നും ക്യാരി ചെയ്യേണ്ട. ജസ്റ്റ് ഈ ഒരു 2 പോക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കും. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ് എന്ന് പറയാൻ പറ്റില്ല, പലാസോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പലാസോ ആണ്. അത്യാവശ്യം നല്ല വീതിയിലും നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഓവറോൾ ബീബ ബ്രാൻഡാണ്. പിന്നെ നമുക്ക് ക്വാളിറ്റീനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ലാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ 36 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് റിസീവ് ചെയ്യുക. അപ്പോൾ നോർമൽ നമ്മൾ ലാർജ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 40 ആണ് റിസീവ് ചെയ്യണം. പക്ഷേ ബീബ ബ്രാൻഡിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് 36 ആണ് റിസീവ് ചെയ്യുക. ഫസ്റ്റൊക്കെ ഞാൻ ബീബ ബ്രാൻഡൊക്കെ പഠിക്കുമ്പോൾ 36, അയ്യോ എനിക്കിത് പാകാവോ, ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്ത് പോലും നോക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ. പിന്നെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ കറക്റ്റ് പെർഫെക്റ്റ് സൈസായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ആമസോണിൽ വിളിച്ച് നോക്കി, ഞാൻ ലാർജാണ് ഓർഡർ ചെയ്തത്, പിന്നെ എന്താ എനിക്ക് 36 സൈസ് അയച്ചു തന്നെന്നുള്ളത്. അപ്പം മാം ഒന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ സമാധാനമായി. 36 ആണ് നമ്മുടെ ലാർജ് സൈസ് ബീബ ബ്രാൻഡിൽ. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് 40 ആണ് കേട്ടോ സൈസ് തന്നെ. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ്, നല്ല പെർഫെക്റ്റ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബീബ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇനി അടുത്തൊരു കളക്ഷൻ വെയർ ചെയ്ത് നോക്കിയാൽ സെയിൽ നടന്നുകൊണ്ടിരിക്കില്ല, ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയി നോക്കിയാലോ അടുത്തേക്ക്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ലൊരു പ്രിറ്റി ഡ്രസ്സാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. അപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അനാർക്കലി സ്റ്റൈലാണ്. ഒരു പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിലും നല്ല ഫിനിഷിങ്ങിലും കിടക്കും കേട്ടോ. പിന്നെ യോക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടിയിലത്തെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ പാനൽ കട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഫ്ലയറും ഉണ്ട്. പിന്നെ ഒന്നുകൂടി ഷേപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈഡിൽ ഒരു ടെസൽസും 2 സൈഡിൽ ഇങ്ങനെ കെട്ടാനുള്ള ഒരു നോഡും കൂടി കൊടുത്തത്. അത് കുറച്ചുകൂടി നല്ല ഷേപ്പിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് കിടക്കും. നല്ല ഭംഗിയിൽ കെട്ടി കഴിഞ്ഞാൽ ഷേപ്പായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ടെസൽസ് നോക്കിയാൽ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ടെസൽസ്, ആ തുണിയോട് കൂടിയിട്ടുള്ള ഒരു ടെസൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ പാൻറ്റ് വരുന്നത് സാധാരണ സിഗാർ പാൻറ്റ് പോലെ തന്നെ. ഓവറോൾ നല്ല നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. കാരണം നമുക്ക് തൈൻ്റെ പോർഷൻ ഇതൊക്കെ നോക്കണമല്ലോ, അത് ടൈറ്റ് ആണോ ഇല്ലെന്നുള്ളത്. അപ്പോൾ തൈൻ്റെ പോർഷനൊക്കെ അത്യാവശ്യം നല്ല തുണി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ലാർജ് പെർഫെക്റ്റ് സൈസാണ് എനിക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിറ്റി ദുപ്പട്ട. പ്രിറ്റി എന്ന് പറയാൻ പറ്റുമോ, പക്ഷേ കോൺട്രാസ്റ്റ് ആണ്. ഓവറോൾ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ദുപ്പട്ട, ഷിഫോണിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. സൈഡിൽ ഇങ്ങനെ ഒരു ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് പാൻറ്റിൻ്റെ അടിയിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് ഈ ഒരു ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് എനിക്ക് പെർഫെക്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. കാരണം
കോട്ടൺ ആണ്. ഇതിന് വേറെ കളർ ചേഞ്ച് ചോദിച്ചാൽ ഇല്ല കേട്ടോ, ഇത് ഒരു കളർ തന്നെയുള്ളൂ കേട്ടോ. ബീബ ബ്രാൻഡിൻ്റെ 100% കോട്ടൻ്റെ ഒരു സ്ട്രെയിറ്റ് കുർത്തി, നല്ലൊരു കൂളിംഗ് എഫക്റ്റായി ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ. നോർമൽ നമ്മൾ കോട്ടൻ്റെ പല ബ്രാൻഡ്സിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ ബീബ ബ്രാൻഡിൻ്റെ കുറച്ച് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്, നല്ല കംഫർട്ടബിൾ ഒന്നുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അത് 100% കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ആയിരിക്കാം സാധ്യത ഉണ്ടും ഇല്ല, പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി ഈ ഒരു കുർത്തീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ്. സ്ട്രേറ്റ് കുർത്തിയിൽ ഓവർ ഓൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും എല്ലായിടത്തും പ്രിൻറ്റ് തന്നെയാണ്. ഇനി യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ബട്ടൻ്റെ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ പ്രിൻറ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ സ്റ്റാൻഡേർഡ് സോബർ എന്നൊക്കെ പറയുക, ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വരുന്നത്. ഇതിൽ കളർ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ റേറ്റ് വൈസ് നോക്കുമ്പോൾ ബീബ ബ്രാൻഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ ഇതൊരു സിംഗിൾ കുർത്തി ഇപ്പോൾ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ 700 റുപ്പീസിന് കിട്ടിയിട്ട് അതൊരു സിംഗിൾ കുർത്തി അടിപൊളിയല്ലേ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്. ലാർജ് ഇപ്പം എനിക്ക് പെർഫെക്റ്റ് സൈസാണ്. ഇതിൽ വരുമ്പോൾ നമുക്ക് ബീബ ബ്രാൻഡിൻ്റെ വരുമ്പോൾ 36 ആയിരിക്കും കേട്ടോ നമുക്ക് റിസീവ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, 36 ആയാലും നമുക്കത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ലാർജാണ് സൈസ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. യെല്ലോ ചാമീസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് ഒരു നല്ലൊരു ചോക്കർ സെറ്റാണ്. ചോക്കറും പിന്നെ ഇയറിങ് കൂടിയിട്ടായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ കറക്റ്റ് ഒരു ഫങ്ഷനൊക്കെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. പാക്കിങ് സൂപ്പറാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. നല്ലൊരു ചോക്കർ സെറ്റ്, അതിൻ്റെ കൂടെ ഒരു ഇയറിങ് കൂടി വരുന്നുണ്ട്. ഇയറിങ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി, പക്ഷെ നല്ല പ്രിറ്റി ആയിട്ടുള്ള നല്ലൊരു ജുംക്ക സെറ്റാണ് വരുന്നത്. പക്ഷേ ഇയറിങ് പോയാലും ഈ ഒരു നല്ലൊരു ചോക്കർ സെറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് അടിപൊളിയാണല്ലോ അല്ലേ. കണ്ടാൽ നല്ലൊരു ഹെവി പീസാണ്, പക്ഷേ ഇത് രണ്ടിനും കൂടിയിട്ട് വെറും 700 റുപ്പീസിന് ഇത്രയും ഫുൾ നല്ലൊരു സെറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. യെല്ലോ ചാമീസ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന്, അതും 2 സൈഡായിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട്. പിന്നെ ഇതിലും സെയിം ആ ഒരു റെഡ്, ഗ്രീൻ, വൈറ്റ്, ഓൾമോസ്റ്റ് ആ ഒരു എത്തനിക്കിൻ്റെ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ. എന്തായാലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ജ്വല്ലറി കളക്ഷനിലേക്ക് പോകാം. ഓണമൊക്കെയല്ലേ വരാൻ പോണേ, അപ്പോൾ അതിന് നമുക്ക് കുറേ ജ്വല്ലറീസ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് നല്ല പ്രിറ്റി ആയിട്ടുള്ള നമുക്ക് ഗോൾഡിൻ്റെയും മേടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഓക്സൈഡൈസിൻ്റെയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗോൾഡ് വെച്ച് നോക്കാം. നല്ല പ്രിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്കർ സെറ്റാണ് ഇത് വരുന്നത്. മറൂണും ഗ്രീനും വൈറ്റിൻ്റെ കുന്തനൊക്കെ വെച്ചിട്ടും പിന്നെ പേളിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സെറ്റാണ്, നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് ഷൈനിങ് ദിവ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. അവർക്കൊക്കെ നല്ല നല്ല ഇതുപോലത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ബ്രാൻഡ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്, അതും അഫോർഡബിൾ റേഞ്ചിൽ. അവൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇയറിങ്സും കൂടി വേണമല്ലോ. അപ്പോൾ ആ ഒരു ഇയറിങ്സ് സെയിം ഈ ഒരു ലോക്കറ്റിൻ്റെ പോലെ തന്നെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഇയറിങ് കൂടി വന്നിട്ടുണ്ട്. സെയിം ഡീറ്റെയിലിങ് തന്നെ കേട്ടോ. ഇത് നമ്മുടെ കേരള ട്രഡീഷണൽ കളറൊക്കെ പറയില്ലേ, ഗ്രീൻ, മറൂൺ, റെഡ്, ആ ഒരു കോമ്പിനേഷനിലാണ് കളറ് വന്നിരിക്കുന്നത്. ഈ ഒരു ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റേഞ്ച് വൈസ് എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്നുള്ളത്, പക്ഷെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ്. അപ്പോൾ റേഞ്ച് അറിയണമെങ്കിൽ, റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാക്റ്റ് പ്രസൻറ്റ് റേറ്റ് എത്രയാണ് അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം ഓണം നമുക്ക് അങ്ങോട്ട് തകർക്കണ്ടേ. ഇതുപോലെ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഷൈനിങ് ദിവ എന്നുള്ള ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇതും 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണെന്ന് വെച്ചാൽ ചോക്കർ സെറ്റും പിന്നെ അതുപോലെ ഇയറിങ്ങും. അപ്പോൾ ഇതെൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് വലിയ ലോക്കറ്റാണ് വരുന്നത്. നേരത്തെ കാണിച്ചാൽ കുറച്ച് ചെറിയ ലോക്കറ്റില്ല, ഇത് കുറച്ച് വലിയ ലോക്കറ്റ്, സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ. ഒരു മജന്ത, ഗ്രീൻ, വൈറ്റ്, പേളിൻ്റെ ഒക്കെ കോമ്പിനേഷൻ. ഇതൊരു 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ അതൊന്നുമല്ല. എന്തായാലും ഗോൾഡ് പ്ലേറ്റഡ് ആണ്, കുറച്ചുകൂടിയും ഗോൾഡ് ഇങ്ങനെ ഉതിപ്പുള്ള ഗോൾഡാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു സ്മോളായിട്ടുള്ള ഒരു ഇയറിങ്. കുറച്ചുകൂടി അടുത്തേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പിക്ചർ കിട്ടും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭഗവാന്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രിറ്റി ആയിട്ടുള്ള നല്ലൊരു സ്മോൾ ഹാങ്കിങ്ങും ഒക്കെ വൈറ്റ് പേളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ചെറിയ
സിമ്പിളായിട്ടുള്ളത്. ഇതേ സെയിം വർക്ക് തന്നെ നമുക്ക് ആ ഒരു നെക്ലേസിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ചോക്കർ സെറ്റാണ്, ലോങ് ചെയിൻ അല്ല. അപ്പോൾ ഷൈനിങ് ദിവ എന്നുള്ള റേറ്റ് വൈസ് ഭയങ്കര അഫോർഡബിളാണ്. വീണ്ടും പറയാം, ഷൈനിങ് ദിവ എന്നുള്ള ബ്രാൻഡിൻ്റെ റേറ്റ് വൈസ് ഭയങ്കര അഫോർഡബിൾ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഓണത്തിനൊക്കെ നമുക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ്, ഇനി സിൽവർ വേണമെങ്കിൽ സിൽവർ അതും മേടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയില്ല ബ്ലാക്കും സിൽവറാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലുള്ള അല്ലെങ്കിൽ സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു ലോങ് ചെയിനാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് കമ്മലില്ല, വെറുതെ ഒരു ലോങ് ചെയിൻ. നല്ല ലുക്കൊക്കെ വേണ്ടോ, നല്ല നെക്ലേസൊക്കെ, നല്ല നെക്ലേസ് അല്ല അതിൻ്റെ ലോക്കറ്റ് നല്ല പ്രിറ്റി അല്ല. പിന്നെ കളർ വൈസ് നോക്കുകയാണെങ്കിലും അതിലും ഉണ്ട് ഒരു മജന്ത കളറും ഗ്രീൻ കളറും വരുന്നത്. ബ്ലാക്ക് ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് സിൽവർ സാരീസൊക്കെ വെയർ ചെയ്യുമ്പോൾ അതിലേക്ക് പ്രിറ്റി ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും കിട്ടുക കേട്ടോ. നല്ല പ്രിറ്റിയാണ് കേട്ടോ ഇത് ഫുൾ വരുന്ന ലുക്ക്. ഇതിന് കമ്മലില്ല, കമ്മൽ നമ്മൾ വേറെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് കുറച്ചുകൂടിയും നല്ലൊരു ബ്ലാക്ക് കൂടുതലായിട്ടുള്ള ഒരു സിൽവർ പോലെയല്ല, ബ്ലാക്ക് ഓക്സിഡൈസ് പോലെ. അപ്പോൾ അത്രയ്ക്ക് ബ്ലാക്കിലേക്ക് പോകണ്ട, കുറച്ച് ഉതിപ്പ് വേണമെന്ന് പറയണവർക്കാണെങ്കിൽ അതിനും നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് 2 പീസിൻ്റെ ഒരു സെറ്റായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലങ്കോലമായിട്ട് കിടക്കണമൊക്കെ സൂപ്പറായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ഇതിങ്ങനെ ലെയറായിട്ട് വരുമ്പോഴേ ഇതിലും ഉണ്ട് മെറൂണും റെഡും ഗ്രീനിൻ്റെ ഒക്കെ കോമ്പിനേഷൻ തന്നെ. പക്ഷേ നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു നല്ല ഫ്ലെക്സിബിളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇട്ടാൽ അവിടെ അങ്ങനെ കിടന്നോളൂ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഒരു കമ്മലും കൂടി വരുന്നുണ്ട്. കമ്മലിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ എന്താ, സിമ്പിളാണ്, സെയിം കളറിലാണ്. ഒരു ഗ്രീനും അതുപോലെ ഈ മെറൂൺ, മജന്ത, റെഡ് ഈ കോമ്പിനേഷനിലുള്ള കളറൊക്കെ പറയുമ്പോൾ ഏതൊരു ഡ്രസ്സിനും മാച്ചിങ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഫുൾ എത്നിക് നമ്മൾ കുറേ ജ്വല്ലറീസ് മേടിച്ചിട്ട്, അപ്പോൾ 2 ഗോൾഡായി 2 സിൽവറായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കിട്ടണമെങ്കിൽ എങ്ങോട്ട് പോകണം, ഡിസ്ക്രിപ്ഷനിൽ പോകണം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് വിത്ത് പിക്ചർ, ഇപ്പോഴത്തെ എക്സാക്റ്റ് പ്രൈസ് എല്ലാതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാക്റ്റ് പ്രൈസ് എന്നുള്ളത് വേഗം ലിങ്കിൽ കയറി നോക്കിക്കോ. അപ്പോൾ ഇനിയും ഇതുപോലെ ആമസോണിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി ഷോപ്പിംഗ്, ബൈ.